ജീവിതത്തിൻ്റെ ഭാഗ്യനിർഭാഗ്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ എപ്പോഴാണ് ഒരാൾക്ക് ഭാഗ്യമുണ്ടാവുക എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. അതുവരെയുള്ള നമ്മുടെ ദരിദ്ര ജീവിതത്തിൽ നിന്ന് പെട്ടെന്നുണ്ടാകുന്ന ഒരു മാറ്റം. നമ്മൾ പുരാണ കഥയിൽ കൃഷ്ണൻ്റെയും കുചേലൻ്റെയും ഒക്കെ കഥ വായിച്ചിട്ടുണ്ടല്ലോ. അത് കുചേലൻ കൃഷ്ണനെ കാണാൻ പോവുകയും തിരിച്ചെത്തുമ്പോൾ തൻ്റെ കുടിൽ മണിമാളികയായതും ഒക്കെ നമുക്ക് അറിയാം. ഇത്തരത്തിൽ ചില കാര്യങ്ങൾ ഈ ലോകത്ത് സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് അവിശ്വസനീയമെന്ന് തോന്നുന്ന രീതിയിലായിരിക്കും ചില വ്യക്തികളുടെ ജീവിതം മാറി മറിയുന്നത്. ഇപ്പോൾ ലോട്ടറി അടിക്കുമ്പോൾ ഒക്കെ പലരുടെ ജീവിതം മാറി മറിയും. അതിന് വലിയ അത്ഭുതമൊന്നും നമുക്ക് തോന്നാറില്ല. എന്നാൽ ചില സാഹചര്യങ്ങളിൽ പങ്കെടുത്തത് കൊണ്ട്, ചില സ്ഥലത്ത് ചില കാര്യത്തിൽ എത്തിയത് കൊണ്ട് മാത്രം ഒരു വ്യക്തിയുടെ ജീവിതം മാറി മറിയുന്ന ഒരു കഥയുണ്ട്. അത് ഇന്ത്യയിൽ കുംഭമേളയുടെ സമയത്ത് നമ്മളെല്ലാവരും വളരെ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. വേറെ ആരുമല്ല, നമ്മുടെ മൊണാലിസ എന്ന ബോനി ഭോൺസ്ലെയുടെ കഥ തന്നെയാണത്. കുംഭമേളയിൽ സാധാരണ മാല വിൽക്കാനെത്തിയ എത്രയോ പേര് വരുന്നു, മാല വിൽക്കാനും കരകൗശല വസ്തുക്കൾ വിൽക്കാനുമൊക്കെ. അവരിൽ എത്ര പേരെ ഭാഗ്യം കടാക്ഷിക്കുന്നുണ്ട് അല്ലെ? അവരിൽ ചില പെൺകുട്ടികൾ മോനിയേക്കാൾ കൂടുതൽ സൗന്ദര്യമുള്ളവരായിരിക്കാം. പക്ഷേ മോനിക്കാണ് ആ നറുക്ക് വീണത്. എങ്ങനെ? എന്ത് നറുക്ക്? ജീവിതം അടിമുടി മാറി മറിയാനുള്ള ആ നറുക്ക് വീണത്. അത്തരത്തിലൊരു നല്ല ജീവിതത്തിൽ സുഖസമൃദ്ധമായ ഒരു ജീവിതമാണ് ഇന്ന് മൊണാലിസ എന്ന മോനി ഭോൺസ്ലെ നയിക്കുന്നത്. ഇപ്പോൾ മോനി ഭോൺസ്ലെ ഷോർട്ട് ഫിലിമുകളിൽ അഭിനയിക്കുന്നു, റീൽസുകളിൽ അഭിനയിക്കുന്നു, മ്യൂസിക് വീഡിയോകളിൽ അഭിനയിക്കുന്നു. അങ്ങനെ അവർക്ക് ആ ഒരൊറ്റ സംഭവം വഴി അനവധി അവസരങ്ങൾ തുറന്നു കിട്ടുകയാണ്. സനോജ് മിശ്ര സംവിധാനം ചെയ്ത ദ ഡയറി ഓഫ് മണിപ്പൂർ എന്ന ചിത്രത്തിൽ ആണ് മോനി അഭിനയിക്കാൻ പോകുന്നത്. അതിൽ കരാർ ഒപ്പുവെച്ചുവെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സാദ്ഗി എന്ന മ്യൂസിക് വീഡിയോയിൽ മോനി അഭിനയിച്ചു. അതുപോലെ തന്നെ അവർ ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തിയ മ്യൂസിക് വീഡിയോ ജൂൺ 14 റിലീസ് ചെയ്തിരുന്നു. അനവധി ഈവൻറ്റുകളിലും ബ്രാൻഡ് പ്രൊമോഷനുകളിലും മോനി ഇപ്പോൾ ഭാഗമായിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഭാഗമായി ആദ്യമേ തന്നെ മോനിയുടെ ആ ഒരു മൂല്യം തിരിച്ചറിഞ്ഞ് ബോബി ചെമ്മണ്ണൂർ കേരളത്തിലേക്ക് കൊണ്ടുവന്നിരുന്നു ചെമ്മണ്ണൂരിൻ്റെ ഷോപ്പ് ഉദ്ഘാടനത്തിന്. ഇപ്പോൾ മോനി ഭോൺസ്ലെയെ കുറിച്ച് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതിൻ്റെ കാരണം കഴിഞ്ഞ ദിവസം അവർ ഒരു ആഡംബര കാറിൽ യാത്ര ചെയ്യുന്ന ഫോട്ടോ വളരെയധികം വൈറലായിരുന്നു. അതൊരു മ്യൂസിക് വീഡിയോ റിലീസിന് പോകുമ്പോഴുള്ള ചിത്രമായിരുന്നു. കുംഭമേളയിൽ 100 രൂപയ്ക്ക് മാല വീട്ടിരുന്ന മൊണാലിസ ആഡംബര കാറിൽ ഇന്ന് സഞ്ചരിക്കാനുള്ള സാഹചര്യം വരുമ്പോൾ അതാണ് ജീവിതം. എപ്പോൾ വേണമെങ്കിലും മാറി മറിയും. സ്വാഭാവികമായും ഇതൊരു അത്ഭുതം തന്നെയാണ്. ഇന്ത്യ മുഴുവൻ ഈ ചിത്രം വൈറലായിട്ടുണ്ട്. മുംബൈയിൽ സ്വന്തമായൊരു വീട് വാങ്ങുക എന്നതാണ് മോനിയുടെ ഏറ്റവും വലിയ സ്വപ്നം. അത് വൈകാതെ തന്നെ സാധ്യമാകുമെന്ന പ്രതീക്ഷയാണ് അവർക്കുള്ളത്. മഹാകുംഭമേളയിൽ മാതാപിതാക്കൾക്കൊപ്പം വന്ന മോനിയെ ക്യാമറ കണ്ണിലുടക്കി. ദേശീയ മാധ്യമങ്ങൾ അവളെ ബ്രൗൺ ബ്യൂട്ടി എന്ന് വിശേഷിപ്പിച്ചു. മധ്യപ്രദേശിലെ ഇൻഡോർ സ്വദേശിയാണ് മോനി ഭോൺസ്ലെ.